ഞാൻ ഈ വീഡിയോ എടുക്കാനുള്ള കാരണം എന്താ പറയുക, ഇത് 8/1/2025 അന്നത്തെ ഡേറ്റിന് വീഡിയോ എടുക്കുകയാണ്. ഇത് ഈ മെഷീൻ വാങ്ങിയിട്ട് ഏകദേശം 2017 വാങ്ങിയ മെഷീനത് കണ്ടില്ലത്. അത് സാധാ ടൈലർ മെഷീൻ ഉണ്ടായിരുന്നു, നമ്മളെ വൈഫിന് വേണ്ടി വാങ്ങിയതാണ്. അന്ന് അവൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇവിടുത്തെ വീട്ടിലെ സാധനങ്ങളൊക്കെ കുട്ടികളുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അടിച്ചും കൊണ്ടിരിക്കുന്ന മെഷീനായിരുന്നു. അപ്പോൾ അങ്ങനെ ഞാൻ വൈഫിൻ്റെ വീട് ചങ്ങരംകുളമാണ്, നന്നമുക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാനും ഞങ്ങൾ കുട്ടികളൊക്കെ പാടെ കൂടിയിട്ട് ചങ്ങരംകുളം പോവുകയാണ്. പോണ സമയത്ത് എടപ്പാൾ ഇതേമാതിരി ടൈലർ കട കണ്ടപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് സൈഡാക്കി നിർത്തി. ഇങ്ങനത്തെ മെഷീനും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കയറി നോക്കുമ്പോൾ ഇത് അവർ പറഞ്ഞ് നിങ്ങളിത് കൊണ്ടുപോയിക്കോളി, ഇത് കൊണ്ടുപോകുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സ് അടിക്കാനും എല്ലാത്തിനും ഇതാണ് സൂപ്പർ സാധനമാണ്. മറ്റേതിനെക്കാട്ടിയും കൂടുതൽ കംപ്ലൈൻറ്റ് വരെ ഒന്നുമില്ല. അതുകൊണ്ട് ഇതായിട്ട് നിങ്ങൾക്ക് എല്ലാ ഡ്രസ്സൊക്കെ നല്ല അടിക്കുക, ഏത് കട്ടിയുള്ള ജീൻസ് പാൻറ്റും അങ്ങനെ എന്തുണ്ടെങ്കിലും ഇതിമ്മ നിങ്ങൾക്ക് അടിക്കാൻ നല്ല സംഭവമാണെന്ന് പറഞ്ഞിട്ട് അവർ പറഞ്ഞു തന്നപ്പോൾ ഞാനിത് അന്ന് മേടിച്ചത് അന്ന് മേടിച്ച റേറ്റ് 2017 ഞാൻ മേടിച്ചത് 19,500 അന്ന് മേടിച്ചത്. അന്നിട്ടാ 19,500 റുപ്യ. ഇന്നിപ്പോൾ കുറച്ച് പൈസ കൂടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറഞ്ഞിട്ടുണ്ടാവും. ഇന്നത്തെ റേറ്റ് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ, ഇങ്ങനത്തെ സാധനം മേടിക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം അങ്ങോട്ട് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇത് ഏതാ കമ്പനി നോക്കിക്കൊള്ളിട്ടാണ്. ഇതിപ്പോൾ 2017 ഇറങ്ങില്ല, 17, 20, 24, 7 കൊല്ലമായി. പക്ഷേ നല്ല സംഭവം കേട്ടോ. ഏത് ഡ്രസ്സും ജീൻസ് പാൻറ്റും എന്ത് വേണമെങ്കിലും ഇവിടെ അടിക്കാനും പിടിക്കാനും എല്ലാത്തിനും പറ്റിയ സംഭവമാണ് ഈ മെഷീൻ. അപ്പോൾ നിങ്ങളെ ഭാര്യയ്ക്ക് കുട്ടികൾ വീട്ടിൽ വൈഫിനൊക്കെ വാങ്ങി കൊടുത്തോണ്ട്, അല്ലാതെ ഇപ്പോൾ പുറത്തുനിന്നല്ലാതെ വല്ല 10 റുപ്യ ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അല്ല വീട്ടിലെന്ത് ആവശ്യം ഉണ്ടെങ്കിലും വേഗം പരിപാടി കഴിയും. അല്ലാതെ നമ്മളെ മെഷീൻ്റെ മുകളിലുള്ള നേരം കഴുകിയിട്ട് അതൊന്നും ഇതിമല്ല. ഇതിൻ്റെ എല്ലാം സംഭവം ഉണ്ടല്ലോ. കുറച്ച് പൈസ അവിടെ പോയാലും വേണ്ട. ഞാൻ അന്ന് വേറെ ഒരാളുടെ നമ്മളെ സ്നേഹിതൻ്റെ അടുത്ത് കുറച്ച് പൈസ കടം മേടിച്ച് ഞാനത് വാങ്ങിക്കൊടുത്ത് ഒരുപാട് കാലമായിട്ട് നല്ലപോലെ കൊണ്ടുനടക്കുക. ഓക്കെ. അപ്പോൾ ഇന്നത്തെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നിങ്ങളെ ഭാര്യമാർക്ക് കൊടുക്കുക. അവരെ സന്തോഷം കാണുമ്പോഴാണ് നമുക്കൊരു സന്തോഷമുള്ളൂ. എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത്. അപ്പോൾ ഇത് മറക്കണ്ട എല്ലാവരോടും. ഇതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടുതരാം അല്ലേ. വാ.